നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് ഒരു പൈൽ റീഡിങ് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് വളരെ ഷോർട്ടായിട്ട് റീഡിങ് എടുക്കാം. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് കാര്യമാണോ നിങ്ങൾ ചിന്തിക്കുന്നത്, ആരെയാണോ നിങ്ങൾ ഓർക്കുന്നത്. ഓക്കെ, ഒരു പേഴ്സണെ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. അതായത് നിങ്ങൾക്ക് ആരോടാണോ ഏറ്റവും സ്നേഹം, ഇഷ്ടം തോന്നുന്നത്, അവരുമായിട്ടുള്ള കണക്ഷനെ കുറിച്ച് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അതിൻ്റെ പാസ്റ്റ് നോക്കാം ആദ്യം. നിങ്ങൾ പാസ്റ്റിൽ ഇതുവരെ എന്തായിരുന്നു, ആൻഡ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ആൻഡ് അതിൻ്റെ ഫ്യൂച്ചർ. പാസ്റ്റും പ്രസൻറ്റും നോക്കുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിലേക്ക്, ഇത് നിയർ ഫ്യൂച്ചറാണ് നമ്മൾ നോക്കുന്നത്, ഒരുപാട് ഫാർ ഫ്യൂച്ചർ എന്ന് പറയുന്നില്ല. ഈ അടുത്ത് വരുന്ന കുറച്ച് ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഒരു മേ ബി മാക്സിമം വിത്തിൻ 1 month എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ഫ്യൂച്ചർ അഡ്വൈസ് കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഫ്യൂച്ചറിൻ്റെ ഗൈഡൻസ് ആയിട്ട് എടുക്കാം. സോ ഇവിടെ 2 പൈൽ വയ്ക്കുന്നുണ്ട് അഗൈൻ. ഓക്കെ, നിങ്ങൾക്ക് പിങ്ക് കളർ, ഫസ്റ്റ് പൈൽ പിങ്ക് കളർ നമ്മുടെ റോസ് കോട്ട്സിൻ്റെ റോസാണിത്. ആൻഡ് ഇത് സെക്കൻഡ് പൈൽ ക്രിസ്റ്റൽ താമര. ഓക്കെ, ക്രിസ്റ്റൽ ലോട്ടസ്. സോ നിങ്ങൾ ചൂസ് ചെയ്തോളൂ. പൈൽ 1, പൈൽ 2 നിങ്ങൾ ചൂസ് ചെയ്യൂ. ഓക്കെ, സോ പൈൽ 1 എന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പോസ് ചെയ്തോളൂ, വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം വേണമെങ്കിൽ. ഓക്കെ, പൈൽ 1 റോസ് കോട്ട്സിൻ്റെ റോസ്. നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. വളരെ ചെറിയ റീഡിംഗ് ആയിട്ടേ പറയുന്നുള്ളൂ, കൂടുതൽ ഡീറ്റെയിലേക്ക് പോകില്ല, ഡെപ്തിലേക്കല്ല. ലെറ്റ്സ് സീ. പാസ്റ്റ്. ഓക്കെ, 3 of swords. ഓക്കെ, present, ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ, ഫ്യൂച്ചർ. ബ്യൂട്ടിഫുൾ ആക്ച്വലി. പാസ്റ്റിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ഓക്കെ, പ്രസൻറ്റിനെ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ശരി. നിങ്ങളുടെ ഓക്കെ പാസ്റ്റ് പറയുകയാണെങ്കിൽ, പാസ്റ്റിൽ ഐ തിങ്ക് ഇവിടെ റീസെൻറ്റ്, ഇതിപ്പോൾ നമ്മൾ ഇത് ഒരുപാട് പഴയ കാര്യം എന്നുള്ള രീതിയിലല്ല എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് ഒരുപാട് ലൈക്ക് ഫാർ ഭയങ്കര കുറേ പഴയത് എന്നുള്ള രീതിയിലല്ല. റീസെൻ്റ് ആയിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബ്രേക്കപ്പോ കാര്യങ്ങളോ വന്ന് കാണാം. ഓക്കെ, ഇവിടെ ഒരു വാക്കിംഗ് അവേ കാണുന്നുണ്ട്, ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട്. സോ നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു അകൽച്ച, സെപ്പറേഷൻ വന്ന ഒരു എനർജിയാണ് ഇതിപ്പോഴത്തെ എനർജി എന്നല്ല. കാരണം നമ്മൾ പ്രസൻറ്റിൽ എനിക്ക് കാണുന്ന ചെറു വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ഇവിടെ ഇത് റീസെൻറ്റ് പാസ്റ്റ് നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പോ സെപ്പറേഷനോ വന്ന് കാണാം. ആൻഡ് ആക്ച്വലി നിങ്ങൾക്കത് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി ആയിരിക്കാം, മേ ബി തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയ ഒരു എനർജി ഉണ്ട്. ഇതിൽ ഒരാൾ തനിച്ചായി പോയ പോലെ, ലേഡീസ് ആവണം നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക. സോ നിങ്ങൾ ലൈക്ക് ഒരാളെ തനിച്ചാക്കി ഒരാൾ വിട്ടുപോയ പോലെയാണ് എനർജി കാണുന്നത്. നിങ്ങൾക്ക് വളരെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി കാരണമായിരിക്കാം, തേർഡ് പാർട്ടി ഉണ്ടാവാം. സോ ഇവിടെ ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്നൊരു എനർജിയാണ്. ഓക്കെ, കറണ്ട് എനർജിയിൽ, പ്രസൻറ്റിൽ ഇപ്പോഴത്തെ എനർജിയിൽ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീകണക്ഷൻ വന്ന് കാണാം. ഓക്കെ, ഇത് കാരണം നമ്മൾ ഇപ്പോഴത്തെ എനർജിയാണ് എടുക്കുന്നത്. ബട്ട് ഐ തിങ്ക് ഒരു ഫുള്ളി റീകണക്ഷൻ എന്ന രീതിക്കും അല്ല എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല അവിടെ, ഇപ്പോഴും ഒരു ലേശം ഡിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും കണക്റ്റായി കാണും, പക്ഷേ ആ കണക്ഷൻ തിരിച്ചു വന്നിട്ടും ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു ലേശം ഒരു അകൽച്ചയുണ്ട്. പേഴ്സൺ അധികം അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. ചിലപ്പോൾ ഒരു ചെറിയ അകൽച്ച, അല്ലെങ്കിൽ ഒരു സീക്രസി ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ലൈക്ക് കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അഗൈൻ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി കൂടി ഉണ്ട് കുറച്ച് പേർക്ക്. സോ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിലും എവിടെയോ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഇപ്പോഴും ഉണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുമായിട്ടും അധികം നിങ്ങളോട് സംസാരം ഐ തിങ്ക് വന്നിട്ടുണ്ട്, കോണ്ടാക്ട് വന്ന് കാണാം ഇവിടെ കൂടുതൽ പേർക്കും. ഓക്കെ, പക്ഷേ അവിടെയും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്ന പേഴ്സൺ ഒരു ഫ്ലർട്ടി എനർജി എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് തിരിച്ചു വന്ന് നിങ്ങളോട് സംസാരം ഉണ്ടെങ്കിലും എവിടെയോ ഓക്കെ, തിരിച്ചു വന്ന് സംസാരിക്കുന്നു.
സംസാരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് നിങ്ങളോട് ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അല്ല. ഓക്കെ, എന്തൊക്കെയോ മനസ്സിൽ മറക്കുന്ന പോലെയുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇപ്പോഴും ഹിഡൻ ആണ് എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. സീക്രസി ഉണ്ട് ഇവിടെ എപ്പോഴും. ഓക്കെ, സോ എൻ്റെ ഒരു ചെറിയ ഡിസ്റ്റൻസും കാണുന്നുണ്ട്. സോ ഫുള്ളി നിങ്ങളോട് വളരെ അടുത്ത് പെരുമാറുന്ന രീതിക്കല്ല. സോ എവിടെയോ ആ ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ അവർ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് അവർ ജസ്റ്റ് ഒരു തിരിച്ചു വന്നു സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഫ്ലർട്ടിങ് ആണോ എന്ന രീതിക്ക് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ ഫ്യൂച്ചറിലേക്ക് എനിക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യണം എന്നുണ്ട്. ബട്ട് എനിവേ, ഇവിടെ ഫ്യൂച്ചറിലേക്ക് എനിക്ക് കാണുന്നത് ഹെയർഫൻ്റ് ആണ്. ഓക്കെ, സ്റ്റേബിൾ ആവുന്ന രീതിയിലാണ്. സോ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് കുറച്ചുകൂടി സ്റ്റഡി ആവുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് കാണുന്നത്. സോ ഒരു കമ്മിറ്റ്മെൻറ്റ് കുറച്ച് പേർക്ക് കമ്മിറ്റ്മെൻറ്റ് എത്താം. കുറച്ച് പേർക്കിലേക്ക് ഒരു മാരേജ് പോസിബിൾ ആണ്. നോട്ട് എവറിബഡി. ഓക്കെ, കുറച്ച് പേർക്ക്. ആൻഡ് ഇവിടെ ഫുൾ കാർഡ് ഉണ്ട്. സോ യെസ്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി ഫ്രീ ആയിട്ടുള്ള ഒരു എനർജി, കുറച്ചുകൂടെ ഒരു നല്ലൊരു എനർജിയിലേക്ക് പോകുന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ പേഴ്സൺ തിരിച്ചു വന്ന് ഇപ്പോൾ മേ ബി ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. ബട്ട് എവിടെയോ ഇനി മുന്നോട്ട് നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി അടുക്കുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിട്ടുള്ള എനർജി വരും. കുറച്ചുകൂടി നിങ്ങൾക്ക് തോന്നും ഒരു ന്യൂ ബിഗിനിങ്, ഒരു ഫ്രഷ് ബിഗിനിങ് എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നും. എൻ്റെ ഇവിടെ 2 ഫോൺസ് ഉണ്ട്. സോ യെസ്, അവർക്ക് ആക്ച്വലി യെസ് നിങ്ങളോട് താല്പര്യം കൊണ്ട് തന്നെയാണ് അവർ തിരിച്ചു വന്നിട്ടുള്ളത്. ഓക്കെ, അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ബട്ട് ഐ തിങ്ക് പാസ്റ്റിലെ എനർജിയിലായിരിക്കാം ഇവിടെ 7 ഓഫ് സോർഡ്സ് എനർജി. ചെറിയ മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഒരു സീക്രസി അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ എനർജി ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, ബട്ട് മുന്നോട്ട് ഐ എം സീയിങ് ലൈക്ക് കുറച്ചുകൂടി ഒരു മാറ്റം കാണുന്നുണ്ട് എനിക്ക്. കമ്മിറ്റ്മെൻറ്റ് എന്ന എനർജിയിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും മാരേജ് പോസിബിൾ ആയിരിക്കില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കുറച്ചുകൂടി അടുപ്പം അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ തമ്മിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷനായിട്ട് മുന്നോട്ട് പോകുന്നത്. ബട്ട് അഗൈൻ വേറെ കാര്യം, ഓക്കെ അഗൈൻ അങ്ങനെ പറയുകയാണെങ്കിലും ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി എക്സിസ്റ്റിംഗ് ആണ്. എനിക്ക് മുന്നോട്ട് പോകുമ്പോഴും ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഉണ്ട്. അല്ലെങ്കിൽ ഒരു ചോയ്സിൻ്റെ കാര്യം കാണുന്നുണ്ട്, തീരുമാനം എടുക്കാത്ത രീതിയിൽ ഒരു ചെറിയൊരു ഡൗട്ടിൻ്റെ കാര്യം കിടക്കുന്നുണ്ട്. സോ അതൊന്നുകൂടി ക്ലാരിഫൈ ചെയ്തേക്കാം. ആക്ച്വലി പ്രസൻറ്റും നോക്കാം, ഫ്യൂച്ചറും നോക്കാം, രണ്ടും എടുക്കാം. ഒന്നുകൂടി ക്ലാരിഫിക്കേഷൻ. പ്രസൻറ്റിൽ എന്താണ് ഇപ്പോഴത്തെ എനർജിയിൽ? അഗൈൻ ടെമ്പറൻസ്, ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ബാലൻസ്? എന്താണ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവർ? ഓക്കെ, അവർ ആക്ച്വലി അവർക്ക് നിങ്ങളെ വേണം ലൈഫിൽ. അതുകൊണ്ടാണ് അവർ തിരിച്ചു വന്നിട്ട്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഓക്കെ എന്ത് തന്നെ ആയാലും സിറ്റുവേഷൻ എന്തായാലും ഇവിടെ നിങ്ങളെ വേണം അവർക്ക് ലൈഫിൽ. ഓക്കെ, അവർ കുറച്ചുകൂടി നിങ്ങളോട് കമ്മിറ്റഡ് ആവാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളെ വേണം എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ റീകണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നൊരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ ഈ തേർഡ് പാർട്ടിയുടെ ഈ ഒരു കൺഫ്യൂഷൻ എന്താണ്? വാട്ട് ഇസ് ദിസ്? ഈ ഒരു ഡൗട്ട്, തീരുമാനം എന്താണ് കാണുന്നത്? വാട്ട് ഇസ് ദിസ്? എന്തിനെ കുറിച്ചാണ്? 6 of Wands. അഗൈൻ മാരേജ് കാർഡാണ് വരുന്നത്. ഓക്കെ, സക്സസ്, ഡെത്ത്. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ പേഴ്സൺ ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് കാണുന്നത്. അവർ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു എന്നാണ്. ഓക്കെ, അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും. ഓക്കെ, അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ വേണം, ഒരു പോസിബിൾ പ്രോപ്പർലി ഒരു നല്ലൊരു മാരേജ് ഫ്യൂച്ചർ അല്ലെങ്കിൽ സക്സസ് എന്ന രീതിക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ യെസ് ന്യൂ ബിഗിനിങ് അവർ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് ഇപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ മറികടന്നൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കൺഫ്യൂഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുമായിട്ടൊരു സക്സസ്ഫുൾ ഈവൻ ഒരു മാരേജ്, അഗെയിൻ മാരേജ് കാർഡാണത്. ഹെയർഫൻ മാരേജ് കാർഡായിരുന്നു, ഇതും മാരേജിൻ്റെ ആണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാരേജ് എക്സ്പെക്ട് ചെയ്യാം. അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ആൻഡ് അവർ നിങ്ങളെ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഈ സിറ്റുവേഷൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആദ്യം ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നിന്നത് തേർഡ് പാർട്ടി എക്സിസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ഒരു ഇത് വന്നുകൊണ്ടാണ്. ബട്ട് ഐ തിങ്ക് നിങ്ങളുമായിട്ട് അവർ കൂടുതൽ ഒരു ബെറ്റർ സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഫ്യൂച്ചർ നല്ലതാണ്. കുറച്ചുകൂടി നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് നമുക്ക് എന്താ കാണുന്നതെന്ന് കൂടി നോക്കാം. ലോയലാണ്. ഓക്കെ, വെരി ഗുഡ്. ഹൗസ് കാണുന്നുണ്ട്, വെരി നൈസ്. ആൻഡ് വുമൺ, വെരി നൈസ്. വുമൺ ആൻഡ് മാൻ, വാവ്. ഓക്കെ, യെസ്, ഗ്രേറ്റ് ന്യൂസ് നിങ്ങൾക്ക്. ഓക്കെ, ഫസ്റ്റ് പൈൽ നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു, സെപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അവർ തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ തന്നെ വരും. ഓക്കെ, പോസിബിൾ ആയ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ലോയൽ കാർഡ് വീണ്ടും വന്നു, നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം. ഡോഗാണ്. സോ യെസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ള എനർജിയാണ്. ആൻഡ് ഹൗസ് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങളുമായിട്ട് ഫാമിലി ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ട് സ്റ്റേബിൾ ലൈഫ് ആഗ്രഹിക്കുന്നവർ, മാരേജ് ആഗ്രഹിക്കുന്നു,
പറ്റുന്നവർക്ക് മാരേജ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റഡി ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും. മാൻ ആൻഡ് വുമൺ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ കപ്പിളാണ്, കപ്പിൾ എനർജി വന്നിട്ടുണ്ട്. സോ പറ്റുന്നവർക്ക് മാരേജ് അവർ ഉറപ്പാണ്. നമുക്ക് അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് അവരെ ആ ഒരു ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അവർ നിങ്ങളുടെ കൂടെ തന്നെ പറ്റുന്നത്രയും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, സോ എന്ത് തന്നെ വേറെ ആരെങ്കിലും ഇടയിൽ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറ്റിയിട്ട് അവർ നിങ്ങളെ സ്വീകരിക്കുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. വളരെ നല്ല എനർജി, വെരി നൈസ്. ഞാനൊരു ചെറിയൊരു കൺഫ്യൂഷനിൽ പോയി ഇടയിൽ വിട്ട്. ഓക്കെ, പൈൽ 1 വളരെ പോസിറ്റീവ് റീഡിംഗ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് നോട്ട്. സോ പൈൽ 1കാർ ഹാപ്പി ആയിക്കോളൂ. ഓക്കെ ഓക്കെ, നിങ്ങൾ ഞാൻ തോന്നുന്നു ഷഫിൾ ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഐ തിങ്ക് ഞാൻ പോസ് ചെയ്തിട്ട് ചെയ്യാം. സോറി. ഓക്കെ, ഐ എം ബാക്ക്. ഓക്കെ, ഞാനത് പോസ് ചെയ്ത് വേറൊന്നുമല്ല, ഒരുപാട് സമയം എടുക്കുന്നത്. കാരണം എനിക്ക് ഒന്നാമത് കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ തന്നെ സ്റ്റക്ക് ആവാറുണ്ട്. സോ എല്ലാം മിക്സപ്പ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരേ കാർഡ്സ് റിപ്പീറ്റ് ആവും. ഓക്കെ, സോ നമുക്ക് പൈൽ 1 നമുക്ക് നല്ല റീഡിംഗ് ആയിരുന്നു. പൈൽ 2ലേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു പൈൽ 2. പൈൽ 2 ക്രിസ്റ്റൽ ലോട്ടസ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നോക്കാം നമുക്ക്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാസ്റ്റ് എന്തായിരുന്നു, ആൻഡ് പാസ്റ്റ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് സോറി ബാക്ക് പാസ്റ്റ്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്. പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഓക്കെ, പൈൽ 2 ലേശം നമ്മളൊരു ചെറിയ ഓക്കെ പൈൽ 2കാർക്ക് ഒന്ന് ക്ലാരിഫിക്കേഷൻസ് എടുക്കുന്നതിനെയാണ്. ക്വീൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ. പ്രസന്റിൽ ഓക്കെ, ഓക്കെ, ഇവിടെ എനിക്ക് വളരെ ക്ലിയർ ആയിട്ടാണ് ആക്ച്വലി. ഇവിടെ ഫസ്റ്റ് പൈൽകാർ സോറി ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഐ തിങ്ക് റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് കെയറിങ് ആയിരുന്നു. ഒരുപാട് ലൈക്ക് നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുത്ത വ്യക്തിയാണ്. ലേഡീസ് ആയാലും ആവണമെന്നില്ല, ജെൻസ് ആയാലും നിങ്ങൾ അങ്ങോട്ട് പേഴ്സണിനെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് എഫേർട്ട് ഉണ്ടായിരുന്നു ഇതിൽ. ഓക്കെ, നിങ്ങൾ ലൈക്ക് ആ പേഴ്സണിനെ നിങ്ങളെ എല്ലാമായിട്ട് കണ്ട് നിങ്ങൾ അത്രയും അധികം നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. ആൻഡ് അവർക്കും ഉണ്ട് ഫീലിങ്സ് കേട്ടോ. ഓക്കെ, ഡെഫിനറ്റ്ലി അവരെ ഫീലിങ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. തീർച്ചയായിട്ടും അവർക്കും ആ ഫീലിങ്സ് ഉണ്ടായിരുന്നു നിങ്ങളോട്. പക്ഷേ ഐ തിങ്ക് ഇവിടെ ഒരാൾ ഓവർ ഗിവിങ് ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കും. നിങ്ങൾ ഒരുപാട് ഓവർ ഗിവിങ് ആയിരുന്നു റിലേഷൻഷിപ്പിൽ. ഓക്കെ, അവിടെ ഒരു ഇംബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു പാസ്റ്റിൽ. ഓക്കെ, കാരണം ഇവിടെ എനിക്ക് ടെമ്പറൻസ് ആൻഡ് 10 ഓഫ് സോർട്സ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. അതായത് ബാലൻസ് ആയിരുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇങ്ങോട്ട് കിട്ടിയത് വളരെ കുറവാണ് നിങ്ങൾക്ക്. ഓക്കെ, സോ യെസ് ഉണ്ടായിരുന്നു, എക്സിസ്റ്റിംഗ് ആണ് റിലേഷൻ. ഒരു ഫീലിങ്സ് അവിടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഫീലിങ്സ് ഉണ്ട്, പരസ്പരം സ്നേഹമുണ്ട്, എവിടെയുണ്ട്. ബട്ട് ഒരാൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയത് പക്ഷേ അതേ എനർജിയിലല്ല, അതേ ആ ഒരു ലെവലിലല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ആൻഡ് ഇവിടെ 10 ഓഫ് സോർട്സ് നിങ്ങൾ തമ്മിലൊരു എൻഡിങ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്, നിങ്ങൾക്കൊരു വിഷമം വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളെ പേഴ്സൺ ബാക്ക് സ്റ്റാബ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചു, ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു എൻഡിങ്ങിൻ്റെ ഒരു എനർജി കൂടിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഓൾമോസ്റ്റ് ഒരു എൻഡിങ്ങിൻ്റെ സ്റ്റേജിലായിരിക്കാം. നിങ്ങൾ ഇവിടെ ഫുൾ സെപ്പറേഷൻ ആയിട്ടില്ലെങ്കിലും നിങ്ങൾ ഐ തിങ്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഇത് റിലേഷൻഷിപ്പ് മുന്നോട്ടൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. നിങ്ങളൊരു വല്ലാത്തൊരു ഹാർട്ട് ബ്രേക്ക് എനർജിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്ത പോലെയാണ് തോന്നുന്നത്. തേർഡ് പാർട്ടിയുടെ എനർജി വളരെ സ്ട്രോങ് ആണ് ഇവിടെ. ആൻഡ് ഇതിൽ തേർഡ് പാർട്ടി ഒരു മാരേജ് എനർജിയാണ് എനിക്ക് കൂടുതലും കാണുന്നത്. ഓക്കെ, സോ ഇപ്പോഴും നിങ്ങളുടെ ആക്ച്വലി പേഴ്സൺ ഇപ്പം നിങ്ങളോട് കാണിക്കുന്നത് ഒരു താല്പര്യമില്ലാത്തൊരു മട്ടിലാണ് നിൽക്കുന്നത്. ഐ തിങ്ക് അവരുടെ ലൈഫിൽ വേറൊരു കമ്മിറ്റ്മെൻറ്റ് വന്നായിരിക്കാം, വേറൊരു പേഴ്സൺ വന്നായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുമായിട്ട് പരിചയപ്പെട്ട ശേഷമായിരിക്കും അവരുടെ മാരേജ് വന്നത്, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരിക്കും, മാരേജ് കഴിഞ്ഞവരായിരിക്കാം, ചിലപ്പോൾ അതും ആവാം. ഒരു ഏസ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. സോ അവർക്ക് വേറെ ഒരു പേഴ്സൺ ആരെങ്കിലും അവരുടെ ലൈഫിൽ വന്നതായിരിക്കാം. അവരൊരു ഓൾറെഡി അല്ലെങ്കിൽ ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ പെട്ട് നിൽക്കുന്ന ഒരു എനർജി ആണെങ്കിൽ കാണുന്നത്, സ്റ്റക്ക് എന്നുള്ളൊരു എനർജി. അവരുടെ ലൈഫിൽ ഒരു കമ്മിറ്റഡ് ആണ് അവർ. ഐ തിങ്ക് അവർ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ആൻഡ് ഇപ്പം നിങ്ങളോടുള്ള താല്പര്യം മേ ബി ഇപ്പോൾ പുതിയ പേഴ്സൺ വന്നതാണെങ്കിൽ ഇപ്പം നിങ്ങളോട് താല്പര്യം കാണിക്കുന്നില്ല എന്ന രീതിക്കായിരിക്കാം. അതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷമത്തിൻ്റെ അത് കണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ മേ ബി ഇപ്പോൾ അവർ നിങ്ങളോട് താല്പര്യമില്ല അധികം, കാരണം അവർ വേറെ അവർ അറ്റൻഷൻ അവർ ഫാമിലിയിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ വേറെ കമ്മിറ്റഡ് ആയ ആൾക്ക് അവർ അറ്റൻഷൻ കൊടുക്കുന്നു എന്ന രീതിക്കായിരിക്കും. ഇവിടെ 8 ഓഫ് സോർട്സ് എനർജി ഉണ്ട്. സോ അവർ
ബട്ട് എന്ന് വെച്ചാൽ ഇവിടെ ഒരു എനർജിയുടെ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ട ഹാർട്ടാണ്. ഹാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്നേഹം, ലവ് എനർജിയിലാണ്. ഓക്കെ, ഇവിടെ കാണുന്നത് പെൻറ്റിക്കിൾസ് ആണ്. പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം. അതായത് അഗൈൻ ഇവിടെ 4 ഓഫ് കപ്സ് കാണുന്നത്. 4 ഓഫ് കപ്സ് താല്പര്യമില്ലാത്ത മട്ടിൽ. സോ മേ ബി അവർക്ക് താല്പര്യമില്ലാതെ ആയാലും മേ ബി അവർ വേറെ റിലേഷൻഷിപ്പിൽ എൻ്റർ ആയിട്ടുണ്ടാവാം. ഓക്കെ, മേ ബി ഫാമിലി നിർബന്ധിച്ചിട്ടൊക്കെ ആയിരിക്കും. കുറച്ച് പേർക്ക്, എല്ലാവർക്കും ഒരേ സിറ്റുവേഷൻ അല്ലല്ലോ. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മേ ബി മാരേജ് അവർ ഫാമിലി തീരുമാനിച്ചതിലേക്ക് പോയതായിരിക്കാം. അവർക്ക് അതിൽ താല്പര്യം ഇല്ലെങ്കിലും. ഓക്കെ, ബട്ട് എന്നാലും നിങ്ങളോടും ഒരകൽച്ച ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. കാരണം അവരിപ്പോൾ തോന്നുന്നത് അവർ വേറെ സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് എനർജി കൊടുക്കുന്നുണ്ടാവും. നിങ്ങളോട് താല്പര്യം കുറഞ്ഞ ഒരു മട്ടിലാണ് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ കാണുന്നത്. എനിക്ക് കറണ്ട് എനർജിയിൽ കാണുന്നത്. കറണ്ട്ലിയും നിങ്ങൾ തമ്മിൽ അത്ര നല്ല ഒരു രസത്തിലല്ല എന്ന രീതിയിലാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ട് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ബ്രേക്കിൻ്റെ ഒരവസ്ഥയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർ നിങ്ങളെ ചതിച്ചിട്ട് പോയി എന്ന് തോന്നുന്നുണ്ടാവും. വാക്ക് തന്നു പക്ഷെ എന്നിട്ടും ചതിച്ചിട്ട് പോയി എന്ന് തോന്നുന്നു. നിങ്ങൾ അത്രയും അങ്ങോട്ട് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ടും അവർ നിങ്ങളെ ഇപ്പോൾ അവർ നിങ്ങളോട് താല്പര്യമില്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത് എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആക്ച്വലി അവരുടെ ഫീലിങ്സ് ഒന്ന് എടുത്തേക്കാം. ഇവിടെ എനിക്ക് എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ്, ഇപ്പോഴത്തെ എനർജി തന്നെ എടുക്കാം. ഓക്കെ, ദി ഫീലിംഗ്, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോൾ ഇവിടെ? Knight of Pentacles, okay. Six of Pentacles, ഒന്നുകൂടി ജസ്റ്റ് വോണ്ട് ലൈക്ക് ക്ലാരിഫിക്കേഷൻ കുറച്ചുകൂടി. നിങ്ങൾ തമ്മിൽ ആക്ച്വലി സോൾമേറ്റ് എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ തമ്മിലുള്ളത് ശരിക്കും സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം എന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് കാണുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ബ്രേക്കപ്പിൻ്റെ വളരെ സ്ട്രോങ് എനർജി ഉണ്ട്, തേർഡ് പാർട്ടി എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരാൾ തനിച്ചിരിക്കുന്നുണ്ട്, വേറെ ആളുടെ കൂടെയാണ് നിൽക്കുന്നത്. തേർഡ് പാർട്ടി എനർജി, യെസ്, അവർ വേറെ വ്യക്തിയെ ചൂസ് ചെയ്ത് പോയ പോലെയാണ് കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ തമ്മിലുള്ളത് ഒരു ബ്രേക്കപ്പിൻ്റെ യെസ് പ്രോപ്പർ എനർജി. ഓൾറെഡി നിങ്ങൾ എൻഡായി കാണാം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് എൻഡായി എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഉണ്ട്. ആൻഡ് അഗെയിൻ ഇവിടെ ഇംബാലൻസിൻ്റെ എനർജിയാണ്. ഇവിടെ അവർക്ക് വേണമെന്നുണ്ട് റിലേഷൻഷിപ്പ്, ഇല്ലയെന്നല്ല അഗെയിൻ. പക്ഷെ ഇവിടെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ് എനിക്ക്. നിങ്ങളോട് 2 ഓഫ് കപ്സ് എനർജിയാണ്, സോൾമേറ്റ് എനർജിയാണ്. നിങ്ങളെ ഫീൽ ചെയ്യുന്നത് അവർ വളരെ സ്ട്രോങ് കണക്ഷനാണ്. എനിക്ക് അവർക്ക് അറിയാം നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, പക്ഷെ എവിടെയോ അഗെയിൻ അവർ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഒരു ഈക്വൽ അല്ല. നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന പോലെ എല്ലാവരും അങ്ങോട്ട് അവർ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലൈഫിനെ ഇത് നമ്മൾ പറയില്ലേ, എനിക്ക് അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി ഫാമിലി ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കാം നിങ്ങളെ വേണമെന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ട്. പക്ഷെ അവരുടെ എഫേർട്ട് വളരെ സ്ലോ ആണ്, വളരെ സ്ലോ ആണ്, കുറവാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരാൾ ഇവിടെ 2 ഇതുണ്ട്. പക്ഷേ ഇതിൽ ഒരാളാണ് അങ്ങോട്ട് കൂടുതൽ ചെയ്യുന്നത് എന്നാണ് പറയുക. ഇംബാലൻസ് ആണ് നമ്മൾ പറയാം. ഓക്കെ, ഒരാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്, ഒരാൾ പക്ഷേ കുറവാണ് ചെയ്യുന്നത് എന്ന രീതിക്ക് തന്നെയാണ്. എത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും എന്തുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടാണ് ഇവിടെ കുറവ്. എഫേർട്ട് കുറവാണ്. ആൻഡ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അവർ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കണം. എനിക്ക് ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് പറയുന്നത് കേൾക്കണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയാലും ശരി. ഓക്കെ, അവർ ആ രീതിക്ക് ചിന്തിക്കുന്ന വ്യക്തിയാണ്. സോ ഇവിടെ ഫീലിങ്സിന് കുറവ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെയാവാം. ഓക്കെ, ഫീലിങ്സിനെ അവർ മാറ്റി വയ്ക്കുന്ന രീതിക്ക് വരിക. അത്രയും എൻ്റെ സ്ട്രോങ് ഫീലിങ്സ് ആണ്. ബട്ട് ഇവിടെ മേ ബി ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക്, അല്ലെങ്കിൽ യുനോ വേറെ പുതിയ ഒരു പേഴ്സൺ വന്നാലും ശരി, ഓൾറെഡി മാരീഡ് ആണെങ്കിലും ശരി, അവർ കൂടുതലും അവരെ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ ആ രീതിക്ക് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ഓക്കെ, വളരെ നിങ്ങളോടുള്ള ഫീലിങ്സ് ഒക്കെ ജസ്റ്റ് ഞാൻ ഇത് നോക്കിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ആ ഫീലിങ്സ് നിങ്ങളോട് ഉണ്ടായിരുന്നോ എന്നൊന്ന് അറിയാനാണ്. യെസ്, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ബാലൻസ് ഇല്ല. കാരണം അപ്പോൾ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഓക്കെ, ആക്ച്വലി ഇവിടെ സ്ട്രെങ്ത് പറയുന്നത് അഗെയിൻ എനിക്ക് 2 വ്യക്തികളിൽ നിന്ന് ചൂസ് ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. അഗെയിൻ ജഡ്ജ്മെൻറ്റ്. ഓക്കെ, യൂണിവേഴ്സ് അവരായിട്ടൊരു ജഡ്ജ്മെൻറ്റ് എടുക്കേണ്ട സമയമാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തീരുമാനം എടുക്കണം ശരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ എനിക്ക് തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നില്ല. അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. അവരുടെ ലൈഫിൽ അഗെയിൻ 2 തേർഡ് പാർട്ടി ഉള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ തേർഡ് പാർട്ടി ഉണ്ട് എന്നെന്തായാലും നമുക്ക് കിട്ടിയിരുന്നു. സോ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവനവനെ ഹോൾഡ് ബാക്ക് ചെയ്യാണ്. ഓക്കെ, ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ഞാൻ ന്യായമായിട്ട് ചെയ്യേണ്ടത്, എൻ്റെ ഫാമിലിക്ക് അറ്റൻഷൻ കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സ്, ഹാർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുന്ന പോലെയാണ്. ഓക്കെ, തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ചൂസ് ചെയ്യാന്ന് വെച്ചാൽ മനസ്സിൽ നിങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എവിടെയോ അവർ ന്യായമായിട്ട്, അതായത് ചെയ്യേണ്ട കാര്യമുണ്ട് എനിക്ക്, സോ അതിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ കൊടുക്കുന്നു. ആൻഡ് അവർ ഫീലിങ്സിനെ സാക്രിഫൈസ് ചെയ്യുന്ന പോലെയാണ്. ഫീലിങ്സിനെയൊക്കെ മാറ്റി വെച്ച് ജീവിതം അവർ ഒരു സ്ട്രോങ് ആയിട്ട് അവർ പിടിച്ചു നിൽക്കാൻ, അതായത് അവനവനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി ഇടയിൽ ഞാൻ കണ്ടിരുന്നു, ഞാനത് കാണിക്കാൻ മറന്നുപോയി. ഓക്കെ, നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ഐ തിങ്ക് ഒന്ന് മാറി നിൽക്കുകയാണ്, കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ബിക്കോസ് അവരുടെ ലൈഫിൽ ചില കാര്യങ്ങളുണ്ട് ന്യായമായത് എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ നമുക്ക്?
ഹെർമിറ്റ് ഇല്ല, അകൽച്ചയാണ്, സെപ്പറേഷനാണ് കാണുന്നത്. ഇല്ല, ഫാമിലിയാണ് ചൂസ് ചെയ്യുന്നത്. അഗൈൻ എംപറർ വന്നിട്ടുണ്ട്. ഫാമിലി എനർജിയാണ്. ഫാമിലി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈഗോ ഉണ്ടാവും കുറച്ചൊക്കെ. ഈഗോൻ്റെ കാര്യം പറയാം. അവർ അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ ഒരു ഇമേജ് ഉണ്ട്. ഓക്കെ, ആ ഇമേജ് കളയാൻ അവർ താല്പര്യം ഇല്ല അവർക്ക്. ഓക്കെ, അത് കളയാതെ അത് നിങ്ങളോട് അടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടോ നിങ്ങളുടെ അടുത്ത് കൂടുതൽ വന്നാലോ അവർ പല കാര്യങ്ങളും ഒരു ശരിയാവില്ല. പോരാത്തതിന് ഇവിടെ മേ ബി കുറച്ച് അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ചിലവർ, എല്ലാവർക്കും അല്ല, നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ തന്നെ ബോസോ അല്ലെങ്കിൽ ഈവൻ സീനിയർ ആരെങ്കിലും അങ്ങനെയാവാം, ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയിൽ മറ്റുള്ളവരെ മുമ്പിൽ ഒക്കെ ഒരു സ്ഥാനമാനങ്ങൾ അവർ കീപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞവരാണെങ്കിലും ഓക്കെ, മാരേജ് എന്നുള്ള ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ അഗൈൻ നിങ്ങളോട് ഫ്യൂച്ചറിലേക്ക് എനിക്ക് പക്ഷേ ഒരു അകൽച്ചയാണ് കാണുന്നത്. ഹെർമിറ്റാണ്, സൈലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മാറി നിൽക്കലാണ് കാണുന്നത്. നിങ്ങൾ ഒരു തനിച്ചിരിക്കുന്ന ഒരു, അതായത് അവർ മാറിപ്പോകുന്ന രീതിയിലാണ് ഒരു ഫാമിലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് ഫാമിലി എനർജിയാണ് ഇവിടെ കൂടുതലും വരുന്നത്. തേർഡ് പാർട്ടി എനിക്കിവിടെ ഫാമിലിയാണ്. ഓക്കെ, മാരീഡ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങളാണ് സോൾമേറ്റ് ആയിട്ട് വന്നത് ഇവിടെ. ഓക്കെ, പക്ഷേ എന്താ ചെയ്യാം, ബട്ട് കനോട്ട് ഹെൽപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു അകൽച്ചയിൽ നിൽക്കുന്ന രീതിയിലാണ്. മുന്നോട്ടും ഇതിപ്പോൾ നമ്മുടെ നിയർ ഫ്യൂച്ചർ എന്ന രീതിക്കാണ് പറഞ്ഞത്. അതായത് വരുന്ന അടുത്ത് കുറച്ച് മേ ബി ഒരു 1 month എന്നുള്ള എനർജിയാണ്. അവർ കുറച്ച് മാറി നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ്. ഓക്കെ, മുന്നോട്ട് തിരിച്ച് വരുമോ എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ചിലർക്ക് ഫാമിലിയാണ്, അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് അത് ആലോചിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ലെറ്റ്സ് സീ. ചൈൽഡ്, ക്ലൗഡ്സ്, നോപ്പ്, ടവർ കാർഡ് സെയിം നേരത്തെ വന്നത്. ഓക്കെ, നമ്മളിവിടെ നേരത്തെ കണ്ടിരുന്നു. വുമൺ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഒന്ന് ഗോസിപ്പൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഇടയിൽ. ഇനിയിപ്പോൾ പ്രോബ്ലം ഉണ്ടാക്കിയത് വല്ല ഗോസിപ്പോ കാര്യങ്ങളോ ആയിരിക്കാം. നിങ്ങൾക്ക് ലൈക്ക് മേ ബി വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു, മറ്റുള്ളവർ എന്തെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് കാണാം. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ സൊസൈറ്റിയുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശ്നങ്ങളൊന്നും വരരുത് എന്ന രീതിക്ക്, ഫാമിലിയിൽ പ്രോബ്ലംസ് വരരുത് എന്ന രീതിക്കൊക്കെ ആയിരിക്കും നിങ്ങൾ. പക്ഷേ അവരുടെ മനസ്സിൽ മെയിൻ പേഴ്സൺ ആണ്. ഓക്കെ, മെയിൻ വുമൺ മാത്രമല്ല, മാനായിട്ട് നിങ്ങൾ എടുത്തോളൂ. ബിക്കോസ് നിങ്ങൾ അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ 2 of Cups എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അവരാണ്, അവരുടെ മനസ്സിൽ നിങ്ങളാണ്. ഓക്കെ, ബട്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ചിലർക്ക് കുട്ടികളുണ്ട്, കുട്ടികളുടെ തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഫാമിലി എന്നുള്ളത് തന്നെയാണ് എനർജി വീണ്ടും വരുന്നത്. ഓക്കെ, ഇവിടെ മാത്രമല്ല മേ ബി നിങ്ങളുടെയൊക്കെ ഇന്നർ ചൈൽഡ് വൂൺസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ചില പേടികൾ, ഫിയേഴ്സ് എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ അവരുടെ മനസ്സിൽ തടസ്സങ്ങളുണ്ട്. അത് ഇന്നർ ചൈൽഡിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടി വരും. എനിവേ, ഇവിടെ നിങ്ങൾ കുട്ടികൾ ആണ് എനിക്ക് മെയിൻ ഫീൽ ചെയ്യുന്നത്. കുട്ടികൾ, ഫാമിലി എന്നുള്ള കാര്യങ്ങൾ. കുറച്ച് പേർക്ക് ക്ലൗഡ്സ്, യെസ്, ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. പ്രോബ്ലംസ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, അതൊന്ന് ക്ലിയർ ആയിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടവർ കാർഡ് ഉണ്ട്, പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ് നിങ്ങൾ തമ്മിൽ. ഫ്യൂച്ചറിലേക്ക് ടോട്ടൽ തിരിച്ചു വരില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം മനസ്സിലുണ്ട് തീർച്ചയായിട്ടും. നിങ്ങൾ അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഒരു സെപ്പറേഷൻ്റെ എനർജി ആയിരിക്കാം, കുറച്ച് കാലം ഒരു അകൽച്ച എന്ന രീതിക്കായിരിക്കാം. അല്ലാതെ ഇപ്പോൾ നിങ്ങളെ ചതിച്ചവർ വേറെ തേർഡ് പാർട്ടിയിലേക്ക് പോയതാണെങ്കിൽ നിങ്ങൾ വിട്ടുകളഞ്ഞേക്കുക, അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക പ്ലീസ്. ഓക്കെ, ഫാമിലിയെ ചൂസ് ചെയ്ത് മാറി. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, ഫാമിലി ഉണ്ട്, അങ്ങനെ പോട്ടെ, അത് പിന്നെയും നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് വേറെ തേർഡ് പാർട്ടി ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ നല്ല റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് വേറെ തേർഡ് പാർട്ടി ചൂസ് ചെയ്ത് പോയി എന്നാണെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് പിന്നെ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇവിടെ ടവർ എൻഡിങ് ആയിട്ട് വന്നുകൊണ്ട് മേ ബി സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളത് വിട്ട് കളഞ്ഞേക്കും. ഓക്കെ, ബട്ട് ഇവിടെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പേഴ്സൺ തിരിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ കോൺടാക്ട് വരുമോ? എനിക്കറിയാം ഒരുപാട് പേര് അത് ചോദിക്കുമെന്ന് എനിക്കറിയാം. ലെറ്റ്സ് സീ, എപ്പോഴെങ്കിലും തിരിച്ച് ഒരു കോൺടാക്ട് വരും. വരും, തീർച്ചയായിട്ടും വരും. പേജ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, പേജ് ഓഫ് വോൺസ് ഉണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ്റെ എനർജി ഉണ്ട് ഇവിടെ. കുറച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്ന് വർക്കൗട്ട് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് വോൺസ് ഉണ്ട്, അവരൊരു ആക്ഷൻ എടുക്കും. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോഴത്തെ എനർജി അല്ല ഇത്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഓവറോൾ ഫ്യൂച്ചർ പറഞ്ഞത് മാത്രം. എല്ലാവർക്കും പോസിബിൾ ആവണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഒരു നിങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒന്ന് നോക്കിയേ ഉള്ളൂ. കാത്തിരിക്കാതിരിക്കുക, വെയിറ്റ് ചെയ്തിരിക്കാതിരിക്കുക, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്ന് ബട്ട് നിങ്ങളുടെ മനസ്സിൽ ഒട്ടുമില്ല എന്നുള്ള ഒരു വിഷമം വേണ്ട എന്ന് പറഞ്ഞിട്ട് മാത്രം. എപ്പോഴെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് അഗെയിൻ സിറ്റുവേഷൻസ് നിങ്ങൾ ആലോചിച്ച് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.